നമസ്കാരം, സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ പ്രധാനമായിട്ടും RBIയുടെ ഒരു മീറ്റിംഗ് തന്നെയായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിട്ടുണ്ടായിരുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് തന്നെയാണ് ഇപ്പോൾ ഗവർണർ പങ്കുവച്ചിരിക്കുന്നത്. ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റും RBI ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൊമെൻറ്റം നമുക്ക് വിപണിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. RBI മീറ്റിങ്ങിന് ശേഷം വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമാണ് നമുക്ക് വിപണിയിൽ കാണാൻ സാധിക്കുന്നത്. 25,000 എന്നൊരു ലെവൽ മറികടക്കാൻ നിഫ്റ്റിക്ക് സാധിച്ചു. ബാങ്ക് നിഫ്റ്റിയും ശക്തമായിട്ടുള്ള കുതിപ്പിൽ പുതിയൊരു സർവകാല ഉയരത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ തോതിലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ആണ് HDFC ബാങ്ക് അടക്കമുള്ള ബാങ്കിങ് ഓഹരികളിൽ കാണാൻ സാധിക്കുന്നത്. ശക്തമായിട്ടുള്ള റാലി ഓഹരികളിലൊക്കെ തന്നെ ഉണ്ട്. ഏതായാലും നമുക്ക് പ്രധാനമായിട്ടും എന്തൊക്കെ ഡിസിഷൻസ് ആണ് RBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇന്ന് പ്രധാനമായിട്ടും ഈ ഒരു സെഷനിൽ പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ലോങ് ടേമിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസും കൂടി നമുക്ക് ഷെയർ ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾ 25 ബേസിസ് പോയിന്റിൻ്റെ ഒരു റേറ്റ് കട്ടാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭൂരിഭാഗം അനലിസ്റ്റുകളും 25 ബേസിസ് പോയിന്റിൻ്റെ ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 50 ബേസിസ് പോയിന്റിൻ്റെ ഒരു റേറ്റ് കട്ട് RBI നടത്തിയിരിക്കുകയാണ്. അതായത് റിപ്പോ റേറ്റ് 5.5% ആക്കിയിട്ട് ഇപ്പോൾ നിലനിർത്തിയിട്ടുണ്ട്. ഇതിനു മുൻപ് 6% ഇത് തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ തവണയാണ് ഇത്തരത്തിൽ RBI ഒരു റേറ്റ് കട്ട് എന്നുള്ളൊരു നയം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. സഞ്ജയ് മൽഹോത്രയുടെ ഒരു നേതൃത്വത്തിൽ തന്നെയാണ് ഈ റേറ്റ് കട്ട് എന്നുള്ള പ്രോസസ്സ് ആദ്യമായിട്ട് തുടങ്ങി വെച്ചതും അദ്ദേഹം തന്നെയാണ്. ഇപ്പോൾ 50 ബേസിസ് പോയിന്റിന് റേറ്റ് കട്ട് ഉണ്ടായിരിക്കുന്നു. എങ്കിൽ പോലും മൊത്തത്തിലുള്ള ഗ്ലോബൽ ഔട്ട്ലുക്ക് പങ്കുവെക്കുന്ന സമയത്ത് കൺസേൺസുകൾ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതായത് ഗ്ലോബൽ ഗ്രോത്തും അതുപോലെ തന്നെ ട്രേഡ് കൺസേൺസും ഒക്കെ നിലനിൽക്കുന്നൊരു ഗ്ലോബൽ ഗ്രോത്ത് ഒരു ഡൗൺവേർഡ് സ്റ്റാൻസിലോട്ട് പോകുന്ന അല്ലെങ്കിൽ താഴോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. പലവിധ അൺസർട്ടൈനിറ്റീസ് കാരണം ആഗോള വളർച്ചയിൽ ഒരു മന്ദത അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. ട്രേഡ് ടെൻഷൻസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്കിൽ പോലും നമ്മളുടെ ഇന്ത്യൻ എക്കോണമി വളരെ ശക്തമായിട്ട് തുടരുന്നുണ്ട് എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ അദ്ദേഹം പങ്കുവെക്കുന്നത്. ബാങ്കിങ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റിന് വേണ്ടി പിന്തുണ നൽകുന്ന വലിയ പോസിറ്റീവായിട്ട് ഒരു സ്റ്റാൻസ് ആണ് RBIയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത്. അതോടൊപ്പം സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്ററി ഫെസിലിറ്റി ഇപ്പോൾ 5.25% ആക്കി നിലനിർത്തിയിട്ടുണ്ട്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് 5.75% നിലനിർത്തിയിട്ടുണ്ട്. ഈ റേറ്റുകൾ എന്താണ്? റിപ്പോ റേറ്റ് എന്താണ്? അതോടൊപ്പം തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്? SDF എന്താണ്? MSDF എന്താണെന്നുള്ളതിൻ്റെയൊക്കെ MSF എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻസിലോട്ട് കടക്കുന്നില്ല, വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും. നമ്മുടെ ഇന്ത്യൻ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് പണപ്പെരുപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പരിധിക്കുള്ളിൽ തന്നെ തുടരുന്നൊരു സാഹചര്യം തന്നെയാണ് എന്ന് മൽഹോത്ര ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ എക്കോണമി, നമ്മുടെ സമ്പദ് വ്യവസ്ഥ വലിയൊരു രീതിയിൽ തന്നെ വളരുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. വികസിത് ഭാരത് എന്നുള്ള നമ്മുടെ ഇന്ത്യയുടെ ലക്ഷ്യം കൈവരിക്കുന്നതിൻ്റെ തരത്തിലേക്ക് ഇന്ത്യ വളരുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻസ് വന്നിരിക്കുന്നത് CRR 100 ബേസിസ് പോയിന്റ് കുറയ്ക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം തന്നെയാണ്. CRR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. ഇതിപ്പോൾ 4% നിന്ന് 3% ആക്കുമെന്നുള്ളൊരു വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റും ഇപ്പോൾ RBI നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞൊരു കുറച്ച് വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ CRR കുറയ്ക്കുന്നൊരു നടപടിയിലേക്ക് ഇപ്പോൾ RBI ബാങ്ക് നീങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് വരാം. ഏതായാലും RBI ഒരു പ്രധാനപ്പെട്ട സ്റ്റാൻസ് സ്വീകരിച്ചിരിക്കുന്നത് കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അക്കമഡേറ്റീവ് എന്നൊരു സ്റ്റാൻസ് ആണ് ഇതിനു മുൻപുള്ള യോഗത്തിൽ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് ന്യൂട്രൽ എന്നൊരു സ്റ്റാൻസിലേക്ക് മാറിയിട്ടുണ്ട്. ന്യൂട്രൽ എന്ന സ്റ്റാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നടക്കാനിരിക്കുന്ന യോഗങ്ങളിൽ നിരക്ക് കുറയ്ക്കുന്ന നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണെന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ ഒരു ന്യൂട്രൽ എന്ന സ്റ്റാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കമഡേറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വരും മീറ്റിങ്ങുകളിൽ നിരക്ക് കുറച്ചേക്കാം എന്നുള്ളതിൻ്റെ പോസിറ്റീവ് സൂചനയാണെങ്കിൽ, ന്യൂട്രൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയൊരു നിരക്ക് കുറയ്ക്കൽ നടപടിയിലേക്ക് RBI നീങ്ങാനുള്ള സാധ്യത വളരെയധികം കുറവാണെന്ന് തന്നെയാണ്. അനലിസ്റ്റുകളും ഇന്നത്തെ ഈ ഒരു തീരുമാനം വന്നതിന് ശേഷം ഉറപ്പിച്ചു പറയുന്നത് ഇനി നടക്കാനിരിക്കുന്ന യോഗങ്ങളിൽ ഒരുപക്ഷെ RBI നിരക്ക് കുറച്ചേക്കില്ല എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകളും പോകുന്നത്. ഇനി മറ്റ് പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത് അൺസെക്യൂർഡ് ലോൺസ് ആണെങ്കിലും ക്രെഡിറ്റ് കാർഡ് പോർട്ട്ഫോളിയോ ആണെങ്കിലും ഒരു അതിന്മേലുണ്ടായിരുന്ന ആ സമ്മർദ്ദമൊക്കെ കുറയുന്നൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചിരിക്കുന്നത്.
ഗ്ലോബൽ എൻവയോൺമെൻറ്റ്സിൽ ഈ ഒരു അനിശ്ചിതാവസ്ഥ തുടരുന്ന സമയത്തും നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഡൊമസ്റ്റിക് ഗ്രോത്തിലാണ് എന്നുള്ളതും കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല ഫൈനാൻഷ്യൽ മാർക്കറ്റ് കണ്ടീഷനും അതോടൊപ്പം ലിക്വിഡിറ്റി സിറ്റുവേഷൻസും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ RBIയുടെ ഭാഗത്ത് നിന്ന് തുടരുമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇനി FDIയുടെ ഭാഗത്ത് നിന്ന് ഒരു വിറ്റഴിക്കൽ അല്ലെങ്കിൽ FISന്റെ ഭാഗത്തുനിന്ന് ഒരു വിറ്റഴിക്കൽ നടക്കുന്ന ഒരു സാഹചര്യത്തിലും നമ്മളുടെ ഇന്ത്യൻ വിപണി അല്ലെങ്കിൽ ഇന്ത്യ ഒരു അട്രാക്റ്റീവ് ഡെസ്റ്റിനേഷനായിട്ട് മാറാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയും സഞ്ജയ് മൽഹോത്ര ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇൻഫ്ലേഷൻ്റെ ഒരു ലെവലിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഭക്ഷ്യ പണപ്പെരുപ്പമാണെങ്കിലും അല്ലെങ്കിൽ പണപ്പെരുപ്പമാണെങ്കിലും കുറയുന്നൊരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. 4% എന്നുള്ള RBIയുടെ സഹന പരിധിക്കുള്ളിൽ നിലനിൽക്കാൻ പണപ്പെരുപ്പത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏപ്രിലെയും മാർച്ചിലെയും കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 3.16% CPI എന്ന് പറയുന്നത്. മാർച്ചിൽ 3.34%, 3.34% നിന്ന് 3.16% പണപ്പെരുപ്പം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇൻഫ്ലേഷൻ കുറയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു റേറ്റ് കട്ട് എന്നുള്ള ഒരു പ്രോസസ്സ് തുടരുന്നതിലേക്ക് RBI നയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ 2026 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഇൻഫ്ലേഷൻ ഔട്ട്ലുക്ക് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് 3.7% മാറിയേക്കാമെന്നുള്ളൊരു വിലയിരുത്തലാണ്. ഇതിനു തൊട്ടു മുൻപുണ്ടായിരുന്ന RBI യോഗത്തിൽ 4% ഇന്ത്യയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ പണപ്പെരുപ്പം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 3.7% കുറച്ചിട്ടുണ്ട്. ഇനി ഓരോ ക്വാർട്ടറിലും എത്ര പ്രൊജക്ഷനാണ് RBI പങ്കുവച്ചിരിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം. ഒന്നാം പാദത്തിൽ, അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ 3.6% ഇതിനു മുൻപ് ഇൻഫ്ലേഷൻ ഉണ്ടാകുമെന്ന് പ്രഡിക്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 2.9% രേഖപ്പെടുത്തിയേക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രണ്ടാം പാദത്തിൽ 3.9% ഇതിനു മുൻപ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 3.4% രേഖപ്പെടുത്തിയേക്കാമെന്ന് അദ്ദേഹം പറയുന്നു. മൂന്നാം പാദത്തിൽ ഇത് 3.9% രേഖപ്പെടുത്തിയേക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ തൊട്ടു മുൻപ് 3.8% ഏർലി പ്രൊജക്ഷൻ ഉണ്ടായിരുന്നത്. നാലാം പാദത്തിൽ ഇത് 4.4% ഉയർന്നേക്കാം എന്നുള്ളതും കൂടി പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അത് മാറ്റമില്ലാതെ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏർലി പ്രഡിക്ഷനിലും 4.4% തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഇനി വരുന്ന ഈ ഒരു വർഷം അവസാനത്തോട് കൂടിയിട്ട് ട്രേഡ് ടെൻഷൻസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്ലാരിറ്റി ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഇൻഫ്ലേഷൻ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഇനി എക്കോണമിയുടെ ഗ്രോത്തിൻ്റെ പ്രൊജക്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം GDP ഗ്രോത്ത് നാലാം പാദത്തിൽ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഉയർന്നതായിട്ടായിരുന്നു രേഖപ്പെടുത്തിയത്. 7.4% നാലാം പാദത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ FY25 ഒരു ഗ്രോത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒരു കുറഞ്ഞ ഒരു കണക്കുകളായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി FY26 അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ GDPയുടെ ഫോർകാസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് 6.5% തന്നെ മാറ്റമില്ലാതെ നിലനിർത്തിയിട്ടുണ്ട്. FY25 മൊത്തമായിട്ട് കഴിഞ്ഞൊരു സാമ്പത്തിക വർഷത്തിൽ 6.5% ഒരു GDP വളർച്ചയായിരുന്നു ഇന്ത്യ രേഖപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞൊരു 4 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പലവിധ ചലഞ്ചസുകളുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വളർച്ച നമുക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. ഈ ഒരു മൊമെൻറ്റം നിലനിൽക്കാനുള്ള സാധ്യത തന്നെയാണെന്നാണ് ഇപ്പോൾ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ക്വാർട്ടേഴ്സിലുള്ള ഒന്നാം പാദത്തിലെയും രണ്ടാം പാദത്തിലെയും ഒക്കെ അനുമാനത്തിലും മാറ്റമില്ലാതെ തന്നെയാണ് ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത്. ഒന്നാം പാദത്തിൽ 6.5% GDP വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാം പാദത്തിൽ ഇത് 6.7% ആകുമെന്നാണ് കണക്കാക്കുന്നത്. മൂന്നാം പാദത്തിൽ ഇത് 6.6% ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാലാം പാദത്തിൽ 6.3% GDP വളർച്ച കൈവരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ പ്രധാനമായിട്ടും ഇനി വരുന്ന MPC യോഗങ്ങളിൽ ഇൻകം ഡാറ്റ തന്നെയായിരിക്കും കൂടുതൽ അസസ് ചെയ്യുക എന്നുള്ളതും കൂടിയും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി ഇൻഫ്ലേഷൻ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ നോർമൽ ആകുന്നതിൻ്റെ പലവിധ പോസിറ്റീവ് കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പ്രധാനമായിട്ടും നോർമൽ മൺസൂണൊക്കെ ആരംഭിച്ചത് കാർഷിക മേഖലയ്ക്ക് കുറേയൊക്കെ അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ മേഖലയിൽ ഡിമാൻഡൊക്കെ ഉയരുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ പലവിധ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും പണപ്പെരുപ്പം നിയന്ത്രണത്തിലാകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. എങ്കിൽ പോലും ഡൗൺവേർഡ് റിസ്ക്കും, അതായത് റിസ്ക്
റിസ്കുകൾ കൂടിയും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഈ ഒരു ട്രേഡ് ടെൻഷൻസ് തന്നെയാണ് ഒരു പ്രധാന റിസ്ക് ആയിട്ട് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വെതർ കണ്ടീഷൻസിൽ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും തിരിച്ചടികൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അതും ഒരു പക്ഷേ റിസ്ക് ആയിട്ട് മാറിയേക്കാമെന്നും കൂടിയും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഫോറക്സ് അപ്ഡേറ്റിനെ കുറിച്ചും കൂടിയും അദ്ദേഹം പറയുന്നുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ട് സഫീഷ്യൻ്റ് ആയിട്ടുള്ള റിസർവ് ഇന്ത്യക്ക് ഉണ്ട് എന്ന് തന്നെയാണ് കണക്കിൽ മനസ്സിലാകുന്നത്. മെയ് 30 വരെയുള്ള കണക്ക് പ്രകാരം 691.5 ബില്യൺ US$ൻ്റെ ഫോറക്സ് റിസർവ് ആണ് ഇന്ത്യക്ക് ഉള്ളത്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അടുത്ത ഒരു 11 മാസത്തെ ഇമ്പോർട്ട് ചെയ്യുന്നതിനുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള റിസർവ് നമ്മുടെ ഇന്ത്യക്കുണ്ട്. അതോടൊപ്പം 96% എക്സ്റ്റേണൽ ഡെപ്റ്റ് അച്ചീവ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള റിസർവ് ഇന്ത്യക്ക് ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളുടെ ഇന്ത്യ സഫീഷ്യൻ്റ് ആയിട്ടുള്ള റിസർവ് ഉള്ള ഒരു രാജ്യമാണ് എന്ന് തന്നെയാണ് ഈ ഒരു കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കണക്കുകൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് FY25 കുറവായിട്ടാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒരു സസ്റ്റൈനബിൾ ലെവലിലായിരിക്കും FY26 രേഖപ്പെടുത്തുക എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി മൈക്രോ ഫിനാൻസ് സെക്ടറിലെ ഒരു പലവിധ സമ്മർദ്ദങ്ങൾ ഇപ്പോഴും തുടരുന്നൊരു സാഹചര്യമുണ്ട് എന്നും കൂടി മൽഹോത്ര പറയുന്നുണ്ട്. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസിങ് അനൗൺസ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ RBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ 100 ബേസിസ് പോയിന്റ് അഥവാ 1% കുറച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. 4% നിന്നും 3% കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് RBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് 4 ഗഡുക്കളായിട്ടായിരിക്കും നടപ്പിലാക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഓരോ തവണയും 25 ബേസിസ് പോയിന്റ് വെച്ച് കുറയുന്ന ഒരു സാഹചര്യം. ഇത് തുടങ്ങുന്നത് സെപ്റ്റംബർ 6 മുതൽക്കാണ്. സെപ്റ്റംബർ 6-ന്, ഒക്ടോബർ 4-ന്, നവംബർ 1-ന്, നവംബർ 29-ന് എന്നിങ്ങനെ ആയിരിക്കും ഈ ഒരു 25 ബേസിസ് പോയിന്റിൻ്റെ ഒരു കട്ട് ഈ ഒരു CRRൽ ഉണ്ടാവുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ 4.5 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ക്യാഷ് റിസർവ് റേഷ്യോ, ബാങ്കുകളുടെ ക്യാഷ് റിസർവ് റേഷ്യോ കുറയ്ക്കുന്ന നടപടി ഇപ്പോൾ RBI സ്വീകരിച്ചിരിക്കുന്നത്. CRR എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്കുകളുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് ആണ്. റിസർവ് ബാങ്കിൽ ബാങ്കുകൾ സൂക്ഷിക്കേണ്ട റിസർവിൻ്റെ കണക്കിനെയാണ് നമ്മൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് കുറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ബാങ്കുകൾക്ക് വായ്പകളായിട്ട് നൽകാനുള്ള തുക ലിക്വിഡിറ്റി കൂടുന്നു എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാൽ തന്നെ ബാങ്കിങ് സെക്ടറിൽ കൂടുതൽ ലിക്വിഡിറ്റി ഉറപ്പുവരുത്തുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ RBI സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം ശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ബാങ്കിങ് സെക്ടറിൽ അല്ലെങ്കിൽ ബാങ്കിങ് ഓഹരികളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ തോതിലൊരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു ഈ ഫണ്ട് ഇൻഫ്ലോ ബാങ്കിങ് സെക്ടറിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു CRR 1% കുറയ്ക്കുന്നത് കൊണ്ട് ബാങ്കുകൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ബാങ്കുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ NBFCകളെ സംബന്ധിച്ച് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഏകദേശം 2.5 ലക്ഷം കോടി രൂപയുടെ ഒരു ലിക്വിഡിറ്റി ബാങ്കിങ് സെക്ടറിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മേഖലയിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ലിക്വിഡിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ബാങ്കുകൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് സഞ്ജയ് മൽഹോത്ര അഭിപ്രായപ്പെടുന്നത്. അതായത് ലിക്വിഡിറ്റി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എക്കോണമി കുറച്ചുകൂടെ ബൂസ്റ്റ് ആകുമെന്നതിൽ സംശയമൊന്നുമില്ല. എന്തായാലും നിഫ്റ്റിയെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആ ഒരു മീറ്റിംഗ് നടക്കുന്നത് മുതൽ ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിന്ന് മോർണിംഗ് സംസാരിച്ചിരുന്ന ആ ഒരു റെസിസ്റ്റൻസ് ലെവലുകളൊക്കെ തന്നെ ബ്രേക്ക് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. 24,900 ആയിരുന്നു നമ്മൾ മോർണിംഗ് സംസാരിച്ചിരുന്ന റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്ത് പോകാൻ നിഫ്റ്റിക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. 25,008 ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ഹൈ. സോ നമുക്കിനി പ്രധാനമായിട്ടും അടുത്ത ഒരു ലെവൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 25,200 എന്നൊരു റെസിസ്റ്റൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 24,600 എന്നൊരു ലെവലിൽ നമുക്കൊരു സപ്പോർട്ടും എക്സ്പെക്ട് ചെയ്യാമെന്ന് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നുണ്ട്. 25,200 തന്നെയാണ് നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു ട്രേഡിംഗ് സെഷനിൽ എങ്ങനെ ക്ലോസ് ചെയ്യുന്നു എന്നുള്ളതും കൂടിയും ശ്രദ്ധിക്കണം. 25,000 എന്നുള്ളൊരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് 24,700 എന്നൊരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് തന്നെയായിരിക്കും നിക്ഷേപകർ ഉറ്റുനോക്കുക. നിഫ്റ്റി ബാങ്കിൻ്റെ പ്രകടനം വളരെ മികച്ചതായിട്ട് തന്നെയാണ് തുടരുന്നത്. 56,624 എന്നൊരു സർവകാല ഉയരത്തിലേക്കാണ് നിഫ്റ്റി ബാങ്ക് സൂചിക ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സർവകാല ഉയരം എന്ന് പറയുന്നത് 56,624.4 എന്നൊരു റേഞ്ചിലാണ്. ഓൾമോസ്റ്റ് ഒരു
800 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ബാങ്കിങ് ഓഹരികളെല്ലാം തന്നെ ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് രേഖപ്പെടുത്തുന്നത്. സൂചികകളിലുടനീളം നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ചും ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ ശക്തമായിട്ടുള്ള മൂവ്മെൻ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ റിയൽറ്റി സെക്ടർ ഉൾപ്പെടുന്നുണ്ട്, ഓട്ടോ സെക്ടർ ഉൾപ്പെടുന്നുണ്ട്, ബാങ്കിങ് സെക്ടർ ഉൾപ്പെടുന്നുണ്ട്. റിയൽറ്റി സെക്ടർ ഇന്നിപ്പോൾ 4% നേട്ടം രേഖപ്പെടുത്തുന്നു. ഫൈനാൻഷ്യൽ സർവീസസ്, പ്രൈവറ്റ് ബാങ്ക്, ബാങ്കിങ് സൂചികളിലെല്ലാം 2% മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. ഓട്ടോ സെക്ടറിൽ 1.5% ഒരു നേട്ടവുമാണ് ഈ നിമിഷങ്ങൾ രേഖപ്പെടുത്തുന്നത്. അതോടൊപ്പം നിഫ്റ്റി 50യിൽ പ്രധാനമായിട്ടും ലീഡ് ചെയ്ത് നിൽക്കുന്ന ഓഹരികൾ കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. അതിൽ ഇന്നിപ്പോൾ ശ്രീറാം ഫിനാൻസ്, ബജാജ് ഫിനാൻസ്, ആക്സിസ് ബാങ്ക് പോലുള്ള ബാങ്കിങ് ഫൈനാൻഷ്യൽ ഓഹരികളാണ് ഏറ്റവും അധികം ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ഒപ്പം മാരുതി സുസുക്കി, അതുപോലെ JSW സ്റ്റീൽ, എറ്റേണൽ ട്രെൻഡ്, HDFC ബാങ്ക് പോലുള്ള ഓഹരികൾക്കും നേട്ടം നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. HDFC ബാങ്ക് വലിയ തോതിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, 2% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ ഒരു നിമിഷങ്ങളിൽ നെഗറ്റീവ് നോട്ടിൽ ട്രേഡിംഗ് നടത്തുന്ന ഓഹരികൾ ടാറ്റ സ്റ്റീൽ, ഭാരത് ഇലക്ട്രോണിക്സ്, നെസ്ലെ ഇന്ത്യ പോലുള്ള ഓഹരികളാണ്. ഭാരത് ഇലക്ട്രോണിക്സിൽ കുറേ മുന്നേറ്റം രേഖപ്പെടുത്തിയതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് ഭാരത് ഇലക്ട്രോണിക്സിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഓവറോൾ നമ്മുടെ ഗ്ലോബൽ അൺസർട്ടനിറ്റീസ് തുടരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ മോർണിംഗ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. US വിപണിയിൽ ഒരു ഇടിവായിരുന്നു. ഇതിനെ ചുവട് പിടിച്ച് ഏഷ്യൻ വിപണികളിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. എങ്കിൽ പോലും ആ ഒരു കൺസേൺസ് ഒന്നും തന്നെ ആഭ്യന്തര വിപണിയിൽ RBIയുടെ മീറ്റിംഗിന് ശേഷം റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. തുടക്ക വ്യാപാരത്തിൽ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലേക്ക് പോകാനുള്ള പ്രവണത നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മീറ്റിംഗിന് ശേഷം ശക്തമായിട്ടുള്ളൊരു പോസിറ്റീവ് നോട്ടിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഭ്യന്തര വിപണിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു മൊമെൻറ്റം നിലനിർത്തുമോ എന്നുള്ളത് തന്നെയാണ് നമ്മളിനി ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഏതായാലും നമുക്ക് അവസാനമായിട്ട് ഇന്നിപ്പോൾ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റോക്സ് നോക്കാം. അതിൽ മോത്തിലാൽ ഒസ്വാളിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്റ്റോക്സിൽ ഒന്ന് സിയറ്റ് ആണ്. സിയറ്റിന് നമ്മൾ കഴിഞ്ഞ സെഷനിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സിയറ്റിന് ഇപ്പോൾ മോത്തിലാൽ ഒസ്വാളും ബൈ റെക്കമെൻഡേഷൻ നൽകിയിരിക്കുകയാണ്. 4159 രൂപയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ കണക്കാക്കുന്നത്. ശ്രീറാം ഫിനാൻസിന് ഇപ്പോൾ ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട്. മോത്തിലാൽ ഒസ്വാൾ തന്നെയാണ് ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത്. 800 രൂപയിലേക്ക് ഓഹരി എത്തിയേക്കാമെന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം ജിയോജിത്ത് എന്ന് പറഞ്ഞ ബ്രോക്കറേജിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഓഹരി KEC ഇന്റർനാഷണൽ ആണ്. ഈ ഒരു ഓഹരിക്ക് അക്യുമുലേറ്റ് എന്നൊരു സ്റ്റാൻസ് ആണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. 998 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഒപ്പം ഭാരത് ഇലക്ട്രോണിക്സും ജിയോജിത്തിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 441 രൂപയിലേക്ക് ഓഹരി എത്തിയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എലാറ സെക്യൂരിറ്റീസിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഓഹരി ദീപക് നൈട്രേറ്റ് ആണ്. 2390 രൂപ എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. ഒപ്പം ആക്സിസ് സെക്യൂരിറ്റീസിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുറച്ച് സ്റ്റോക്സും കൂടി നോക്കാം. ഇതിപ്പോൾ Q4നെ ബേസ് ചെയ്തിട്ടാണ് ആക്സിസ് സെക്യൂരിറ്റീസ് ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നത്. അതായത് 4ാം പാദ ഫലങ്ങളെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ഓഹരികളാണ്. അതിലൊന്ന് വരുൺ ബിവറേജസ് ആണ്. വരുൺ ബിവറേജസിനെ കുറിച്ച് നമ്മൾ മുന്നേയും സംസാരിച്ചിരുന്നു. 468 രൂപ ആണ് ഇപ്പോൾ ഏകദേശം കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. 650 രൂപ വരെ എത്തിയേക്കാമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഡോംസ് ഇൻഡസ്ട്രീസ് ആണ് അടുത്തൊരു ഓഹരി. 2820 രൂപയിലേക്ക് എത്തിയേക്കാമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ട്രെൻഡിൻ്റെ ഓഹരികൾക്കും ആക്സിസ് സെക്യൂരിറ്റീസ് ഇപ്പോൾ ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 5670 രൂപയ്ക്ക് മുകളിലാണ് തുടരുന്നത്. ഈ ഒരു ഓഹരി 6650 രൂപ വരെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. NTPC ഓഹരിക്ക് ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. 400 രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ JSW എനർജിയാണ് മറ്റൊരു ഓഹരി. 705 രൂപ വരെ എത്തിയേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്കിപ്പറിൻ്റെ ഓഹരിക്കും ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. 570 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത്. പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സിന് ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. 1850 രൂപ വരെ എത്തിയേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സിന് മോത്തിലാൽ അടക്കമുള്ള പല ബ്രോക്കറേജുകളും ബൈ ഇനിഷ്യേറ്റീവ് നൽകിയതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിഗ്നേച്ചർ ഗ്ലോബലാണ് അടുത്തൊരു ഓഹരി. 1470 രൂപ വരെ എത്തുമെന്നാണ് ആക്സിസ് സെക്യൂരിറ്റീസ് പ്രതീക്ഷിക്കുന്നത്. അരവിന്ദ് സ്മാർട്ട് സ്പേസസ് ആണ് മറ്റൊരു ഓഹരി. 970 രൂപ വരെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ 680 രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4ാം പാദ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ മാനേജ്മെൻറ്റ് നൽകിയിട്ടുള്ള ഗൈഡൻസും അവരുടെ എക്സ്പാൻഷൻ പ്ലാൻസിൻ്റെ ഒക്കെ ബേസിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കുകൾക്ക് ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത്.